കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തും. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഒരു ദൈവജനഭാഗം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ് വായിച്ചത്. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനോട് ചോദിച്ച ഭാഗമാണ്. ഹല്ലേലൂയ. അന്നും ഇന്നും എല്ലാം കർത്താവ് നമ്മോട് ചോദിക്കുന്നത് ഈ ഒരൊറ്റ ഭാഗമാണ്. ഹല്ലേലൂയ. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഹല്ലേലൂയ. സൗഖ്യമാകാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് സൗഖ്യമാക്കുന്ന ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നമ്മെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം നമ്മോട് എപ്പോഴും ചാരത്തുള്ളത് കൊണ്ട് ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുന്ന സന്ദർഭത്തെ പലപ്പോഴും നമ്മൾ പ്രതിസന്ധിയല്ല അകപ്പെട്ടു പോകാറുണ്ട്. അങ്ങനെ അകപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ ലോകത്തിൻ്റെതായ കരുതലുകളും കൈത്താങ്ങലുകളും എല്ലാം ഒരു പരിധിവരെ നിൽക്കുമ്പോൾ സകല മനുഷ്യനെ സൗഖ്യമാക്കാൻ കഴിയുന്ന ശക്തനായ ദൈവമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധയുടെ ശക്തമായ വേളയിലാണ് 38 ആണ്ട് കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യന് ദൈവം ആ സൗഖ്യം കൊടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ യേശു രോഗികളെ സുഖപ്പെടുത്തിയ വിധം വ്യത്യാസമായും ആശ്ചര്യമായും ഇരിക്കുന്നു. വളരെ വ്യത്യസ്തമായ നിലയിലും ആശ്ചര്യമായും ഇരിക്കുക. കുഷ്ഠരോഗിക്ക് സുഖം കൊടുക്കുമ്പോൾ യേശു തന്റെ കൈ നീട്ടി അവനെ തൊട്ട് സുഖപ്പെടുത്തി എന്നാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. ശതാധിപന്റെ വേലക്കാരനെ സുഖപ്പെടുത്തുമ്പോൾ ആ വചനത്തെ അയച്ച് സുഖപ്പെടുത്തി. ഹല്ലേലൂയ. എന്നാൽ ജന്മന കുരുടനായിരുന്ന ആ മനുഷ്യന്റെ കണ്ണിലെ കുരുട് മാറാൻ വേണ്ടി, അവന്റെ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടി യേശുക്രിസ്തു അല്ലെങ്കിൽ നിലത്ത് തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അവന്റെ കണ്ണിന്മേൽ പൂശി ശീലോഹാം കുളത്തിൽ അല്ലിയ ചെന്ന് കഴുകുക എന്നവനോട് പറഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ യേശു കുഷ്ഠരോഗിയെ തൊട്ടു. ആമേ സ്തോത്രം. ശതാധിപന്റെ മകനെ ആമേ വചനത്താൽ അയച്ചു സൗഖ്യം. ഇവിടെ കുരുടന്റെ കണ്ണിന് നിലത്തുനിന്ന് ചേറുണ്ടാക്കി. അങ്ങനെ വ്യത്യസ്തമായ നിലകളിലാണ് യേശുവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പൊ ഏത് നിലയിൽ നാം ഭാരപ്പെടുന്ന വ്യക്തിയായിരുന്നാലും നമുക്ക് കർത്താവിന്റെ അരികിൽ വരികയാണെങ്കിൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരമില്ലാതെ നിങ്ങൾ ഓരോ ദിവസവും മനനൊത്ത് കണ്ണുനീരിലൂടെ കടന്നു പോകുമ്പോൾ സ്വർഗസ്ഥനായ ദൈവത്തിന് നിങ്ങളോട് പറയാനുള്ളത്, നിന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരു നല്ല യേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാൻ കഴിയുന്ന വ്യക്തിയില്ല. അതിന് മാനസികമായും ആത്മീയമായും ഭൗതികമായും സാമ്പത്തികമായും നിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ശാരീരികമായ ക്ലേശങ്ങളുടെ ഏത് മേഖലയിലായിരുന്നാലും എല്ലാവരുടെ അവസ്ഥകൾ അറിഞ്ഞ് സാഹചര്യങ്ങൾ അറിഞ്ഞ് നമ്മെ സൗഖ്യമാക്കുന്നവനാണ് യേശു. നമ്മുടെ രോഗവിവരങ്ങളൊന്നും നമ്മൾ കർത്താവിനോട് വിവരിച്ച് പറയുന്നുണ്ട്. എല്ലാം കർത്താവിനറിയാം. കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ 38 വർഷം വരെ കിടക്കുന്നുള്ളതും കർത്താവിനറിയാം. യേശുവോട് ചോദിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. അപ്പോൾ അവനെന്താണ് പറയുന്നത്? രോഗി അവനോട്, യജമാനനെ വെള്ളം കലക്കുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇവന് 38 വർഷമായി അവന് കൈത്താങ്ങില്ല, സഹായമില്ലാതെ, ആരൊരു ആശ്രയമില്ലാതെ ഈ കുളം കലങ്ങുമ്പോൾ അവനെ ആ കുളത്തിൽ കൊണ്ടുപോയി ഇറക്കുവാൻ ആരുമില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഏകാന്തത അനുഭവിക്കുന്ന ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തു ഒരു കരുതല, ഒരു ആശ്രയമായി മാറിയെങ്കിൽ
ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന നീ ഒരുപക്ഷെ വിവിധ പ്രശ്നങ്ങളിൽ ഒരു കൈത്താങ്ങലുമില്ലാതെ ആരോരുമില്ലാതെ നീ കിടക്കുകയാണെങ്കിൽ, രോഗിയായി നീ കിടക്കുകയാണെങ്കിൽ, നിന്റെ ജീവിതം തന്നെ നിരാശയുടെ ദുഃഖത്തിന്റെ നടുവിലാണെങ്കിൽ, നീ ഭയപ്പെട്ടു പോകരുത്. ദൈവം നിന്നെ സൗഖ്യമാക്കും. ഞാനിവിടെ ചിന്തിക്കുന്നത് 38 ആണ്ട് രോഗക്കിടക്കയിലായി, 38 വർഷമായി കിടക്കരയിൽ കിടക്കുന്ന മനുഷ്യൻ പൊട്ടി വിടർന്നവനൊന്നും അല്ലല്ലോ. അവനൊരു കുടുംബമുണ്ട്, അവന്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങളെ കൊണ്ടായിരിക്കും. അവരെ കുറിച്ചിവിടെ പറയുന്നില്ലെങ്കിലും അവരാരും ഇവനെ ശ്രദ്ധിക്കാതെ അവരെ ഇങ്ങനെ കുളക്കരയിൽ കൊണ്ട് കിടത്തിയതാകും. ഒരുപക്ഷെ അവൻ തന്നെ വന്ന് കിടന്നതാകും, എന്തുമാകട്ടെ. പക്ഷെ അവന് ഉറ്റൊരു ഉടയൊരു ഉള്ളവനായിരുന്നു. പക്ഷെ അവന്റെ സ്ഥിതി അങ്ങനായിപ്പോയി. അവൻ ഇനി ആർക്കും വേണ്ട. പ്രൈസ്. ഇതുപോലെ നിന്റെ ജീവിതം പലപ്പോഴും ആകാം. എല്ലാവരും നിനക്ക് കാണാം. അപ്പനും അമ്മയും മാതാപിതാക്കളും സഹോദരങ്ങളും ബന്ധുമിത്രാദികളും എല്ലാവരും നിനക്കുണ്ടെങ്കിലും നിന്റെ ബലഹീനതയുടെ സമയത്ത് നിന്നെ തഴഞ്ഞിതുപോലെ നീ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. അവിടെ നീ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് നീ ആശ്രയിക്കുന്നെങ്കിൽ, ലോകം നിന്നെ കൈവിട്ട് കളഞ്ഞാലും യേശു നിന്നെ കൈവിട്ട് കളയില്ല കേട്ടോ. യേശു നിന്നെ തേടി വന്ന് സൗഖ്യം തരുന്നവനാ. നീ ആ പാദപീഠത്തിൽ നിന്ന് മുട്ടുമടക്കി കൊടുക്കുന്നെങ്കിൽ, മുഴങ്കാലം മടക്കുന്നെങ്കിൽ, നിന്റെ പ്രശ്നങ്ങളുടെ മുമ്പിൽ നീ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കുറിച്ച് നീ സംസാരിക്കുന്നെങ്കിൽ, അവൻ നിന്റെ ചാരത്ത് വന്ന് നിന്നെ തൊട്ട് സൗഖ്യമാക്കുന്നവനാ. രക്തം ചെയ്യാം. ഇന്ന് പകൽ ലോകമെമ്പാടുമുള്ള സകല ജനത്തോടും ഞാൻ ചോദിക്കട്ടെ, നീ ഏത് ബന്ധനത്തിലാണ്, ഏത് പ്രശ്നത്തിലാണ് നീ കലങ്ങി മറിഞ്ഞ് കിടക്കുന്നത്? അതിന്റെ നടുവിൽ യേശു ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിങ്ങൾ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഈ വചനം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ യാതൊരു കാര്യവും എനിക്കറിയില്ല. പക്ഷേ നിങ്ങളെ മുഴുവൻ നന്നായി അറിയുന്ന യേശുകൊണ്ട് യേശു ചോദിക്കുകയാണ്, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? പ്രൈസലോ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം 38 ആണ്ട് രോഗി സൗഖ്യം പ്രാപിക്കുന്നതാണ് കാണുന്നത്. പ്രൈസലോ. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ ഇവിടെ കാണുന്നത്, അതിനുശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥെസ്ദ എന്ന് ഇബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു. അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏതു വ്യാധി പിടിച്ചവനായിരുന്നാലും അല്ലേറിയ അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നു ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. പ്രൈസലോ. അതിന്റെ ചരിത്രം കൂടെ അവൾ പറയുക. ആ മനുഷ്യനെയാണ് യേശു കണ്ടിട്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അല്ലേലിയ. ജീവിതത്തിൽ ഇതുപോലെ ഒറ്റപ്പെട്ടു പോകാം കേട്ടോ. വിവിധ രോഗങ്ങൾ കടന്നു വരുമ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകാം. രോഗം നിന്റെ അലട്ടുമ്പോൾ നിന്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കൾ പോലും നിന്നോടൊപ്പം കാണത്തില്ല. എന്തിനേറെ നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ പോലും നിന്നോടൊപ്പം കാണത്തില്ല. നിന്നെ സ്നേഹിച്ചവരും നീ സ്നേഹിച്ചവരും കാണത്തില്ല. മുമ്പ് കാലത്ത് നീ അനവധി ആളുകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചിട്ടുണ്ട്. രോഗക്കിടക്കിൽ നീ പോയി ഇരുന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി നീ ദൈവത്തോട് മധ്യസ്ഥം ചെയ്തിട്ടുണ്ട്. അവരോടൊപ്പം നീ സമയം ചെലവഴിച്ചിട്ടുണ്ട്. പക്ഷേ നീ രോഗക്കിടക്കയിലായപ്പോൾ നിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആരുമില്ല എന്ന് പറയുമ്പോൾ നിന്റെ മനസ്സുകൊണ്ട് നീ ഭാരപ്പെടാറില്ലേ? അങ്ങനെയുള്ള സാഹചര്യത്തിൽ സഹോദര സഹോദരി നീ ഭാരപ്പെടരുത്. ആരുമില്ലെങ്കിലും യേശു ഉണ്ടാവും. പ്രൈസലോ. അപ്പൊ ആരുമില്ലെങ്കിലും യേശു ഉണ്ടാവും. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിപ്പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ അവന്റെ ചെവി മന്ദമായിട്ടുമില്ല എന്ന് ഇവിടെ പ്രവാചകൻ യെശയ്യാപ്രവാചകൻ 59-ാം അധ്യായം 1-ാം വാക്യം പറയുന്നുണ്ട്. അതേ, രക്ഷിപ്പാൻ കഴിയാതെ കർത്താവിന്റെ കൈ കുറുകിയിട്ടില്ല കേട്ടോ. കേൾപ്പാൻ കഴിയാതെ ചെവി മന്ദമായിട്ടില്ല. നിന്റെ നിലവിളി കേൾപ്പാൻ, നിന്റെ കണ്ണുനീര് കാണുവാൻ, നിന്റെ സങ്കടങ്ങൾ കാണുവാൻ അല്ലേലിയ കർത്താവ് അല്ലേലിയ സദാസമയം നിനക്ക് വേണ്ടി ഉണർന്നിരിക്കുന്നവനാ, പക്ഷപാതം ചെയ്യുന്നവനാ. അല്ലേലിയ. അപ്പൊ ഇവിടെ ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അത്ഭുത പ്രവൃത്തിയാണ് ഈ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യന്റെ സൗഖ്യം എന്ന് പറയുന്നത്. അല്ലേലിയ. അതിന്റെ ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു ഈ പ്രയോഗം സുവിശേഷത്തിൽ 11 പ്രാവശ്യമുണ്ട്. ഈ സുവിശേഷത്തിൽ യെരുശലേം പട്ടണത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്താണ് ഈ ആട്ടുവാതിൽക്കൽ എന്ന് പറയുന്ന കുളമുള്ളത്. അല്ലേലിയ.
നെഹമ്യാവിന്റെ പുസ്തകം അല്ലേലൂയ 3:1 12-19 അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലേലൂയ. അപ്പൊ ബെഥസ്ദ എന്ന വാക്കിന് കരുണയുടെ ഭവനം എന്നാണ് അർത്ഥം. ബെഥസ്ദ എന്ന വാക്കിന് കരുണയുടെ ഭവനം എന്നുള്ളതാണ്. അല്ലെ, 38 വർഷം ഒരാൾ ആ കുളക്കടവിൽ രോഗബാധിതനായി കിടന്നിരുന്നു എന്നത് തന്നെ ഒരു അത്ഭുതമാണ്. അതായത് യേശു ജനിക്കുന്നതിന് 7 വർഷം മുമ്പ് മുതൽ ഈ മനുഷ്യൻ അവിടെ കിടക്കുന്നുണ്ട്. അല്ലേലൂയ. ഇത്രയും 38 വർഷമൊക്കെ അവിടെ കിടന്നിട്ടും കുളം കലങ്ങുന്ന സമയത്ത് കുളത്തിലും നിറങ്ങുവാനോ സൗഖ്യം പ്രാപിക്കുവാനോ കുളത്തിലേക്ക് അവനെ എടുത്തുകൊണ്ട് പോകാനോ ആരുമില്ലാതെ 38 വർഷം ഒരുവൻ ആ കുളക്കരയിൽ സൗഖ്യത്തെ നോക്കി കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത കൊണ്ടോ ബുദ്ധി കൊണ്ടോ പോലും നമുക്കതിനെ വർണ്ണിക്കാൻ പറ്റില്ല. അത്ര അനുഭവം നിങ്ങൾ ചിന്തിക്കണം. ഒരേ സ്ഥലത്ത് നിങ്ങൾ 10 ദിവസം കിടന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സ്ഥിതി മാറി നിങ്ങൾ കിടക്കം മാറ്റും. ഒരു സ്ഥലത്ത് 10 ദിവസം കിടന്നു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മടുക്കും. എന്നാൽ ഈ മനുഷ്യൻ 38 വർഷമായി കിടപ്പാൻ തുടങ്ങിയിട്ട് യേശുക്രിസ്തു ജനനത്തിന് അല്ലേലൂയ 7 വർഷം മുമ്പ് അല്ലേലൂയ സ്തോത്രം അവനവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയതാണ്. ഒരു വലിയ സംഭവമല്ലേ. അപ്പൊ അതേ സമയം 38 വർഷം ബെഥസ്ദ കുളക്കരയിൽ പക്ഷവാത രോഗം പിടിച്ച് തന്നെ കിടപ്പിൽ കിടന്നവനെ സുഖപ്പെടുത്തുമ്പോൾ നിന്റെ കിടക്കയെടുത്ത് നടക്കുക എന്ന് പറഞ്ഞു യേശു പറഞ്ഞു. നിന്റെ കിടക്കയെടുത്ത് നടക്കുക. യേശുവിന് വലിയ കാര്യങ്ങളൊന്നും ഇല്ല, ഇന്നത്തെ പോലെ മെഡിസിനൊന്നും ഇല്ല. അല്ലേലൂയ. യേശുവിന് ഒറ്റ നിന്റെ കിടക്കയെടുത്ത് നടക്കാം. അല്ലേലൂയ. എന്തുകൊണ്ടാണ് കിടക്കയെടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞത്? അല്ലേലൂയ. അവൻ ആ കിടക്കയിൽ കിടന്നുകൊണ്ട് നാട്ടുവർത്തമാനങ്ങളെ വൃഥാ സംസാരിച്ചു കൊണ്ടിരുന്നവനായിരിക്കാം. അല്ലേലൂയ. 38 വർഷം കുളക്കരയിൽ വരുന്ന പലരും ഉണ്ടല്ലോ, അവരുമായിട്ട് ഒരുപാട് നാട്ടു സംസാരങ്ങൾ പറഞ്ഞ് ഒരുപാട് കണ്ണുനീരും കരച്ചിലും ഒരുപാട് പരിഭവങ്ങളും ഒക്കെ പറഞ്ഞവൻ കിടക്കുകയാണ്. അല്ലേലൂയ. അതുകൊണ്ടാണ് നീ ആ കിടക്കയിൽ നിന്ന് എഴുന്നേക്കണം, ആ കിടക്ക എടുത്തുകൊണ്ട് പോണത്. അപ്പൊ അവന് സുഖമാകണം എന്ന ആഗ്രഹമേ ഇല്ലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവന് സുഖമാകണമെന്നുള്ള ആഗ്രഹമേ ഇല്ലായിരുന്നു. അല്ലേലൂയ. ആകയാൽ അവരോട് നേരിൽ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശു ചോദിക്കുന്നത്. 38 വർഷം അവനോട് കിടന്നിട്ട് സൗഖ്യമാകാൻ മനസ്സില്ലാതെ ആയിരിക്കും അവിടെ കിടക്കുന്നത്. ഉത്സാഹമോ അല്ലെങ്കിൽ സാമർഥ്യമൊന്നും കാണത്തില്ലായിരിക്കും. പക്ഷെ യേശു ചോദിക്കുന്ന നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? അല്ലേലൂയ. നാളുകളാൽ മഹാവ്യാധിയാൽ ഭാരപ്പെട്ട് കണ്ണുനീരിന്റെ തടിയിലൂടെ കടന്നു പോകുന്ന മാതാവി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് ചോദിക്കുന്നത് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? നിനക്ക് സൗഖ്യമാകാൻ കഴിയാത്ത വിധത്തിൽ നാളുകളായി നിന്റെ ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന, നിന്റെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന, ശരീരത്തെ വേദനിപ്പിക്കുന്ന മാരകമായ രോഗങ്ങളാൽ നീ ഭാരപ്പെട്ട് അനവധി ഡോക്ടർമാരെ കണ്ട് മരുന്നുകൾ ചെയ്ത് മാറി 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 മരുന്ന് കഴിച്ചിട്ടും വിദഗ്ധരായ ഡോക്ടർമാരെ കണ്ട് ചികിത്സ ചെയ്തിട്ടും ഒട്ടും ഭേദം വരാതെ ഈ കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനെ പോലും നീ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ സൗഖ്യമാക്കാൻ യേശുവിനെ കഴിയുമെന്നാണ്. ഹല്ലേലൂയ. ലോകത്തിലുള്ള ഏത് രോഗത്തിനും വൈദ്യൻ യേശുവാണ്. ഹല്ലേലൂയ. മാനുഷികമായ കരങ്ങളെല്ലാം കുറുകിപ്പോകുമ്പോൾ, മനുഷ്യന്റെ ബുദ്ധിയും മനുഷ്യന്റെ ശക്തിയും എല്ലാം നശിക്കുമ്പോൾ, മനുഷ്യന് ചെയ്യുവാൻ കഴിയാത്ത അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ നമുക്കൊരു ഉടയവനുണ്ടെന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. മനുഷ്യ ശരീരം എന്ന് പറയുന്ന അനവധി രോഗങ്ങൾ വസിക്കുന്ന ഒരു കൂടാരമാണ്. രോഗം എന്ന് പറയുന്നതില്ലാത്തൊരൊറ്റ മനുഷ്യരുമില്ല. ഏതെല്ലാം രോഗം മനുഷ്യന്റെ ശരീരത്തിലുണ്ടെന്ന് മനുഷ്യന് തന്നെ അറിയില്ല. എന്ന ചിലത് അതിന്റെ മൂർധന്യ അവസ്ഥയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് നമ്മൾ തളർത്തുന്ന ആ സമയത്താണ് എനിക്ക് ഇന്ന രോഗമുണ്ടെന്ന് നീ അറിയുന്നത്. ഹല്ലേലൂയ. ഞാൻ എന്റെ സുവിശേഷ പ്രവർത്തനം അനവധി ഹോസ്പിറ്റൽ മിനിസ്റ്റർ ചെയ്യാൻ പോയിട്ടുണ്ട്. അനവധി ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയിട്ടുണ്ട്. മാരകമായ രോഗത്താൽ അധീനരായി കിടക്കുന്ന കണ്ണുപോയവരും കാലുപോയവരും കൈപോയവരും വലിയ ശരീരം പൊട്ടി അലഞ്ഞവരും വ്രണം പിടിച്ചു കിടക്കുന്നവരും ഇനി സൗഖ്യം ഉണ്ടാകില്ല, മരിച്ചു പോകും എന്നൊക്കെ പറഞ്ഞ് വിധി എഴുതിയ അനവധി ആളുകളെ എന്റെ കൺമുമ്പിൽ കണ്ടിട്ടുണ്ട്. കാരണം അവരെല്ലാം ജീവിതത്തിൽ ആശയറ്റുപോയവരാ, നിരാശപ്പെട്ടു പോയവരാ. അവർക്കുണ്ടായിരുന്ന സമ്പത്തുകൾ മുഴുവൻ, അവരുടെ വസ്തുവകൾ മുഴുവൻ അവർ പണയം വെച്ചും വിറ്റും ലോണെടുത്തും കടം വാങ്ങിച്ചും ബ്ലേഡിൽ നിന്ന് പലിശയെടുത്തും ഒക്കെ അവർ ചികിത്സിച്ചു. അവരുടെ പണ്ടങ്ങളൊക്കെ പണയം വെച്ചൊക്കെ അവർ ചികിത്സിച്ചു.
എന്നിട്ട് ഒട്ടും ഭേദം വരാതെ ഇന്നും ആശുപത്രി കിടക്കയിൽ മാസങ്ങളായി കിടക്കുന്നവരുണ്ട്. നാളുകളായി ഭവനത്തിനകത്ത് നരിയാണിന്ന് ഉറപ്പിച്ച് എഴുന്നേൽപ്പം കഴിയാതെ എത്രയോ കാലങ്ങളായി കിടക്കുന്നവരുണ്ട്. ഇനി നിനക്ക് സൗഖ്യമാകത്തില്ല, വേണ്ടപ്പെട്ടവരെയൊക്കെ അറിയിച്ചു എന്ന് പറഞ്ഞ ഡോക്ടർ നിർദ്ദേശം തന്ന അങ്ങനെ അവനെ രോഗിയെ വീട്ടിൽ കൊണ്ടുവന്ന് അവൻ വ്യക്തിയുടെ മരണം കാത്തിരിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാനൊരു വീട്ടിൽ ചെന്നപ്പം ഹല്ലേലൂയ, ആ വീട്ടിലെ അമ്മ അവിടുത്തെ മാതാവാണ്. ആ മാതാവിന്റെ ചുറ്റും മക്കളിരിപ്പുണ്ട്. എന്താ? അമ്മയുടെ മരണം, അപ്പന്റെ മരണമൊക്കെ നോക്കി. അങ്ങനെ പലരും കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിലെങ്കിലും നീ ദൈവത്തിലേക്ക് മടങ്ങി വരണം. ആ ബെഥെസ്ദ എന്ന കുളക്കരയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഈ 38 രോഗക്കിടക്കെ കിടക്കുന്ന ആ മനുഷ്യന്റെ ജീവിതത്തിൽ യേശു സൗഖ്യം കൊടുത്തു എന്നുള്ള യാഥാർത്ഥ്യം നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വെളിപ്പെട്ടാൽ അത് നിനക്കൊരു സൗഖ്യമായി മാറും. പ്രൈസ്. എന്റെ ശാരീരികമായ അനവധി ബലഹീനതയുടെ സാഹചര്യങ്ങളിലൊക്കെ എന്റെ മനസ്സ് പോലും തകർന്നു പോകുന്ന അനുഭവത്തിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ സൗഖ്യമാകുമോ? പക്ഷേ ഒറ്റ പ്രാർത്ഥനയെ എനിക്ക് ദൈവത്തോടുള്ളായിരുന്നു. കർത്താവേ, കുളക്കരയിൽ കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കുവാൻ അങ്ങേക്ക് കരുണ തോന്നിയെങ്കിൽ ഞാൻ എത്ര ഭയാനകമായ രോഗത്തിലൂടെ കടന്നുപോയാൽ എന്നെ സൗഖ്യമാക്കുന്ന കരം എന്റെ മേൽ സ്പർശിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവ് എനിക്ക് സൗഖ്യം തന്നിട്ടുമുണ്ട് കേട്ടോ. അതെ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന ശ്രോതാവേ, യേശു നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുക. കാരണം നീ യേശുവിന്റെ മകനാ. നീ ഈ ലോകത്തിന്റെ മകനല്ല, ലോകക്കാരന്റെ മകനല്ല. ലോകത്തിൽ നീ ഒരു അപ്പനും അമ്മയ്ക്ക് ഈ ഭൂമിയിൽ ജനിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ നിന്റെ ഉടയവൻ, യഥാർത്ഥത്തിൽ നിന്റെ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവാ. അതുകൊണ്ട് നീ രോഗക്കിടയിൽ കിടക്കുന്നത് കണ്ട് മാറിപ്പോകുന്നവനല്ല. അവൻ നല്ല ശമരിയക്കാരനെ പോലെ അവൻ നിന്റെ അരിക്കൽ വന്ന് നിന്നെ ശുശ്രൂഷിക്കുന്നവനാ. മാത്രമല്ല, നല്ല ശമരിക്കാരൻ അർത്ഥപ്രാണനായ മനുഷ്യനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടുപോയി രക്ഷ ചെയ്തു. അതുപോലെ നിന്നെ പൂർണ്ണമായി സൗഖ്യമാക്കുന്നതിന് യേശു രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുടെയും പറയട്ടെ, സൗഖ്യം യേശുവിനുള്ളത് കേട്ടോ. സൗഖ്യം യേശുവില്ല. സൗഖ്യം ഒരു ഡോക്ടറെ കൈവശമില്ല. സൗഖ്യം ഒരു മെഡിസിനകത്തില്ല. സൗഖ്യം ഒരു ഹോസ്പിറ്റലും ഇല്ല. സൗഖ്യം ഒരു വൈദ്യന്റെ ഇല്ല. സൗഖ്യം ഒരു നാട്ടുപ്രമാണിയില്ല. നാട്ടുവൈദ്യന്മാരും നാട്ടുപ്രമാണികളും നാടൻ മരുന്നുകളും ഒക്കെ ഉണ്ടല്ലോ. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്രായത്തിൽ നാട്ടുമരുന്നുകളും നാട്ടുമരുന്നുകൾ എന്നൊക്കെ പറഞ്ഞ് കുറെ ആളുകൾക്ക് വരുമായിരുന്നു. നമ്മൾ അതിലേക്ക് അങ്ങ് ആശ്രയിച്ചു പോയി. പക്ഷെ അത് വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. രോഗം വന്നാൽ നീ ചികിത്സിക്കണം. ആശുപത്രി പോകുന്നു, ഡോക്ടറിന് മരുന്ന് കഴിക്കുന്നുള്ളൂ. പക്ഷേ അതൊക്കെ ഒരു പരിമിതിയുണ്ട്. ഒരു പരിധി വരെ നിന്റെ രോഗത്തിന് ആശ്വാസം തരത്തുള്ളൂ. പ്രൈസ് ലോർഡ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലാണ് നീ ആശ്രയിക്കുന്ന. ഗിലെയാദിന്റെ വൈദ്യൻ ആയിരിക്കുന്ന യേശു കർത്താവ്, ഗിലെയാദിന്റെ സുഗന്ധ തൈലമായിരിക്കുന്ന പുതിയ നിയമത്തിലേക്ക് കർത്താവായ യേശു ക്രൂശിലെ രക്തത്താൽ നിന്റെ സകല രോഗത്തിന് സൗഖ്യം കിട്ടും. അതുകൊണ്ട് ഇന്ന് പകൽ നീ രോഗക്കിടക്കയിലാണെങ്കിൽ ഭാരപ്പെട്ടു പോകണ്ട. മരണത്തിന് ഭയപ്പെടണ്ട. മരണകരമായ യാതൊന്ന് കുടിച്ചാലും ഹാരി വരികയില്ലെന്ന് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് മരണകരമായ ഏത് അനുഭവത്തിൽ നീ ആയിരുന്നാലും, ഒന്നുകൂടെ പറഞ്ഞാൽ ദാവീദിന്റെ ഒരു വാക്കുകൂടെ എടുത്താൽ 23-ാം സങ്കീർത്തനം, കൂരിരുൾ താഴ്വരയിലൂടെ നീ കടന്നുപോയാലും, അതിന് ചില പരിഭാഷകൾ കിടക്കുന്നത് മരണനിഴലിൽ താഴ്വരയിലൂടെ നീ കടന്നുപോയാലും ഒരനർത്ഥവും ഭയപ്പെടുകയില്ല. ഇത് പറഞ്ഞത് മാനുഷികമായ ശബ്ദമല്ല, ദൈവ ശബ്ദമാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, സഹോദര, ദൈവശബ്ദം നിന്റെ കാതുകളിൽ നീ കേൾക്കുവാൻ നിന്റെ ജീവിത വിശുദ്ധിയെ നീ കാത്തു സൂക്ഷിക്കണം. പ്രൈസ് ലോർഡ്. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നവൻ മാത്രമേ, ജീവിത വിശുദ്ധി നിൽക്കുന്നവർക്ക് മാത്രമേ കർത്താവിന്റെ ശബ്ദം കേൾക്കാൻ കഴിയുള്ളൂ. പ്രൈസ് ലോർഡ്. നാം ദൈവശബ്ദം കേട്ടറിയണം. അല്ലെങ്കിൽ ദൈവശബ്ദം കേട്ട് ഉണരണം. ദൈവശബ്ദം കേട്ട് രുചി അറിയണം. പ്രൈസ് ലോർഡ്. അതുകൊണ്ടാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയൻ എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. പ്രൈസ് ലോർഡ്. എന്റെ ആത്മീയ ശുശ്രൂഷയുടെ നടുവിൽ ഞാൻ 50 രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. 50 രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് 50 രോഗികൾ എന്റെ കൺമുമ്പിൽ തന്നെ സൗഖ്യം പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ.
എന്റെ മിടുക്കൊന്നുമല്ല, എന്നെ ദൈവ ശുശ്രൂഷ ചുമതലപ്പെടുത്തി എന്നുള്ളതുള്ളൂ. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന്, കർത്താവിന്റെ ശിഷ്യനായി, ഒരു ദാസനായി നിന്ന് ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ആരോടാ? യേശുവിനോടാ. അപ്പൊ എന്റെ ആ പ്രാർത്ഥന ഭക്തി യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഇറങ്ങിയ രോഗിയുടെ മേൽ വന്നിട്ട് എന്ത് ചെയ്തു? രോഗി സൗഖ്യം പ്രാപിക്കുക. അത് നിന്റെ രോഗം അല്ലേ കർത്താവ് സൗഖ്യമാക്കും. സ്തോത്രം. ഞാൻ നിങ്ങളോടൊന്നുകൂടെ പറയട്ടെ, ഞാൻ ഓരോ ദിവസവും വിവിധ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഈ മെസ്സേജ് ഇങ്ങനെ ഉള്ളതുകൊണ്ട് അനവധി ആളുകൾ അവരുടെ മാരകമായ രോഗത്തെക്കുറിച്ച് ഓരോ ദിവസം സംസാരിക്കാറുണ്ട്. പക്ഷെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്താണ്? അതേ അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. അങ്ങനെ കടന്നുപോയി സന്ദർഭങ്ങളിൽ എന്നെ സൗഖ്യമാക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത്, സൗഖ്യം ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് അവൻ അവിടെ താവളമടിച്ചിരുന്നതെങ്കിലും അവന്റെ ജിജ്ഞാസ ഉണർത്തുന്നതിന് വേണ്ടിയാണ് സൗഖ്യമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് യേശു ചോദിക്കുന്നത്. ഇവ കിടക്കുന്നത് സൗഖ്യമാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അവന്റെ ഉള്ളിലെ ജിജ്ഞാസ ഉണർത്തുവാൻ വേണ്ടിയാണ് യേശുവിന്റെ സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നത്. നിങ്ങളോട് യേശു അങ്ങനെ ചോദിക്കുന്നേ, താങ്കളോട് യേശു അങ്ങനെ ചോദിക്കുന്നത്. സ്നേഹിത, യേശുവിനോട് ചോദിക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യനെ ഏറ്റവും കൂടുതൽ രോഗം കാണുന്നതിന് എന്താണ്? മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം ഷുഗറാണ്. ലേരിയ ഷുഗർ ഇല്ലാത്ത മനുഷ്യൻ അപൂർവമാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, ഭക്ഷണത്തിന്റെ ആലിയ രീതികളിലൂടെ കാലങ്ങൾ മാറി വന്നു കഴിഞ്ഞപ്പോൾ സകല ഭക്ഷണങ്ങളും വിഷം കലർത്തിയതും നമ്മുടെ ശരീരത്തിന് പ്രതികരിക്കാൻ കഴിയാത്തതുമായിരിക്കുന്ന അനവധി ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് വിവിധ രോഗങ്ങൾ, അത് ഷുഗർ ഒന്ന്, പ്രഷർ, കൊളസ്ട്രോൾ, മലേറിയ തുടങ്ങിയ രോഗങ്ങൾ, ശിരസ് തൊട്ടുള്ളക്കാല് വരെ എണ്ണിയാലൊടുങ്ങാത്ത രോഗങ്ങൾ നടി നരമ്പുകളിലും ജോയിന്റുകളിലും പേശികളിലും രക്തധമനികളിലും ഒക്കെയായി വിവിധ രോഗങ്ങൾ, അതിൽ മാരകമായി മനുഷ്യനെ വേദനിപ്പിക്കുന്ന, ശരീരത്തിന്റെ അവയവങ്ങളെ കടിച്ച് കാർന്ന് തിന്നുന്ന ക്യാൻസർ അടക്കമുള്ള മഹാരോഗങ്ങൾ അല്ലേരിയ മനുഷ്യ ശരീരത്തിലുണ്ട്. അല്ലേരിയ സമയാസമയങ്ങളിൽ അത് എഴുന്നേറ്റ് വരും. അങ്ങനെയുള്ള സാഹചര്യത്തിലും കർത്താവ് നിനക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുക. നിർമ്മലമായൊരു മനസ്സോടെയാണ് നീ ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ, സത്യസന്ധമായി ഹൃദയശുദ്ധിയോടെയാണ് നീ ദൈവത്തോട് ചോദിക്കുന്നെങ്കിൽ, അവൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നിന്റെ വാക്ക് കേൾക്കും, നിന്റെ സങ്കടം കേൾക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. നീ ആരാധിക്കുന്ന, നീ സ്തുതിക്കുന്ന, നീ നമസ്കരിക്കുന്ന ദൈവം ജീവനുള്ളവനാണ്. അവൻ ജീവനുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ജീവനുള്ള ഒരു ദൈവത്തിന് മാത്രമേ നിന്റെ രോഗം കേൾക്കാൻ കഴിയത്തുള്ളൂ. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാണാൻ ചെല്ലുന്ന ഡോക്ടറുടെ ആ ഡമ്മിയെ അദ്ദേഹം ഇരിക്കുന്ന ചെയറിൽ കൊണ്ടുവച്ചിട്ട് ആ ഡമ്മിയോട് നിങ്ങൾക്ക് സൗഖ്യം വേണമെന്ന് പറഞ്ഞാൽ സൗഖ്യം തരുമോ? കാരണം ആ ഡമ്മിക്ക് ജീവനില്ല. ആ ഡോക്ടർക്ക് പറയാൻ ഡെബിമാറ്റ്, ആ ഡോക്ടർ തന്നെ അവിടെ വന്നിരിക്കുമ്പോൾ ആ ഡോക്ടറോട് നിങ്ങൾ വിവരം പറയുമ്പോൾ ആ ഡോക്ടർ നിങ്ങളുടെ രോഗവിവരം കേട്ട് സൗഖ്യം തരും, മരുന്ന് തരും. ആ മരുന്നുകൾക്ക് അല്പസൗഖ്യമൊക്കെ കിട്ടും. കാരണം ജീവനുള്ളവനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദൈവം ജീവനുള്ളവനാ. പിതാവിന്റെ വലത്ത് ഭാഗത്ത് കഴിഞ്ഞ 2025 വർഷമായി നിനക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുക. നീ കടന്നുപോയ രോഗത്തിന്റെ മൂർധന്യതയുടെ വരവില് പലപ്പോഴും രോഗം നിന്റെ ശരീരത്തെ കാർന്ന് തിന്നപ്പോൾ നിന്റെ ജീവനെ പോലും അപഹരിക്കത്തക്കതിൽ മരണകരമായ രോഗങ്ങൾ നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ടപ്പോൾ മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കാതെ, ഹല്ലേലൂയ, വീണ്ടും നിനക്കൊരു പുനർജീവിതം തന്ന നിന്നെ ഭൂമി നിർത്തിയിരിക്കുന്നത് നീ അനേകർക്ക് സാക്ഷ്യമാകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. എന്റെ ജീവിത ശുശ്രൂഷയുടെ കാലങ്ങളിൽ ഞാൻ ചോദിക്കും, പലരും പറയുന്നത് പക്ഷേ ഷുഗറാണ് കൂടുതലാണ്. ഹല്ലേലൂയ. അത് എത്ര കൂടുതലായിരുന്നാലും, ഷുഗർ എത്ര കൂടുതലായിരുന്നാലും, അത് നിന്റെ മനസ്സിനെ നിരാശപ്പെടുന്ന, സങ്കടപ്പെടുത്താണെങ്കിലും നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, അതിനൊക്കെ ഒരു ശാശ്വതമായി പരിഹാരം നോർമലാക്കി തരാൻ യേശുവിന് കഴിയുമെന്നാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയ, സൗഖ്യദായകനാ. അവന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം വന്നുമിരിക്കുന്നു എന്നാണ് ദൈവവചനം പറയുന്നത്.
അതുകൊണ്ട് ഈ മനുഷ്യൻ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് കുളക്കരയിൽ കിടക്കുന്നെങ്കിലും അവന് മനസ്സുണ്ടെന്ന് യേശു ചോദിക്കുന്നത് അവനൊരു ജിജ്ഞാസ ഉണർത്തുവാൻ വേണ്ടിയാണ്. എനിക്ക് ആരുമില്ല എന്ന് പറയുന്ന അവന്റെ നിസ്സഹായ അവസ്ഥയാണ്. അവൻ പറയുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് ആരുമില്ലെന്ന്. അല്ലേ? അങ്ങനത്തെ അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? നിനക്കൊരു രോഗം വന്നപ്പോൾ, നിനക്കൊരു പ്രശ്നം വന്നപ്പോൾ, നിനക്കൊരു പ്രതിസന്ധി വന്നപ്പോൾ, നിന്റെ മനസ്സിനെ അലട്ടുന്ന, നിന്റെ ജീവിതത്തെ അലട്ടുന്ന, നിന്റെ കുടുംബത്തെ തകർക്കുന്ന നീ കണ്ണുനീരിലൂടെ കടന്നുപോയ അനുഭവങ്ങളിൽ മുമ്പ് നിന്നെ സ്നേഹിച്ചവരും നിന്നോട് കൂട്ടാളികളായിരുന്നു, നിന്നെ കൈപിടിച്ച് നടത്തിയവരും നിന്നെ ഇഷ്ടംപോലെ തോളിലേറ്റിക്കൊണ്ട് നടന്നവരൊക്കെ ഈ കുളക്കരയിൽ കിടന്ന മനുഷ്യനെ പോലെ നീ ചില പ്രതിസന്ധികളുടെ നടുവിൽ അകപ്പെട്ടപ്പോൾ ആരുമില്ലാതെ വന്ന ചില സാഹചര്യങ്ങളിൽ നീയും പറഞ്ഞിട്ടില്ലേ, എനിക്ക് ആരുമില്ല എന്ന്. ആരുമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ചിലരെയൊക്കെ ദൈവദൂതന്മാരെ പോലെ ചിലർ വെളിപ്പെട്ടിട്ട് തേടി എത്തി വന്നതിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരും. പ്രയോഗിച്ചോ? ആരുമില്ല എന്ന് ഓർത്ത നിമിഷങ്ങൾ നിനക്കില്ലേ? എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ ജീവിക്കും, ഇനി എന്ത് ചെയ്യും, അല്ലെ എന്നൊക്കെ ഓർത്ത് വിലപിച്ച സാഹചര്യങ്ങൾ നിനക്കില്ലേ? ഈ മനുഷ്യൻ പറഞ്ഞത് എനിക്ക് ആരുമില്ലെന്ന്. സ്തോത്രം. അവൻ പറയും എനിക്ക് ആരുമില്ല, അല്ലേലൂയ എന്നാണ് അവൻ പറയുന്നത്. സ്തോത്രം. അപ്പൊ ന്യായപ്രമാണത്തിൽ നിന്ന് രക്ഷ കാക്ഷിക്കുന്ന ഇസ്രായേലിനെ 38 വർഷം കുളക്കടവിൽ കാത്തുകിടക്കുന്ന പക്ഷപാത രോഗിയോട് സമമാക്കിയിരിക്കുക. അല്ലേലൂയ. ന്യായപ്രമാണത്തിന്റെ അടിമത്തിൽ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കാൻ വേണ്ടി 38 ആണ്ട് കുളക്കരയിൽ കിടക്കുന്ന മനുഷ്യനോട് ചേർത്ത് പിടിച്ചാണ് നമുക്ക് ആ വചനത്തെ അവിടെ ദൈവം വെളിപ്പെടുത്തി തരുന്നത്. രക്തം ചെയ്യും. അതെ, നീ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. ന്യായപ്രമാണത്തിന്റെ കെട്ടിൽ നീ വിടുതൽ പ്രാപിക്കണം. ലേലിയ, ഇപ്പോൾ നീ കടന്നു പോകുന്ന സകല പാപ സ്വഭാവത്തിൽ നീ വിടുവിക്കപ്പെടുവാൻ നിന്റെ ഹൃദയം തുറന്ന് യേശുവിലേക്ക് വന്ന്, അപ്പാ എനിക്ക് ആരുമില്ല, എനിക്ക് സൗഖ്യമാകണം എന്ന് ഹൃദയം തുറന്ന് നിന്റെ പിതാവിനോട് നീ പറയുമ്പോൾ രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവേ, കർത്താവ് നിനക്ക് സൗഖ്യം തരും. ഹല്ലേലൂയ. അവൻ സുഖമായി പോയാലും അവിടെ ഇരിക്കുന്ന ജനങ്ങളോട് വീണ്ടും കഥകൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാ. നീ ഇവനെ അങ്ങ് കർത്താവ് സൗഖ്യമാക്കിയെന്ന് ചിന്തിച്ചു. കർത്താവ് സൗഖ്യമാക്കി കഴിഞ്ഞ് വീണ്ടും ഇവനെ കുളക്കരയിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നിന്റെ കിടക്കിയെടുത്ത് നീ പോകാൻ പറയുന്നത്. നിന്റെ കിടക്കിയെടുത്ത് നീ പൊക്കോണം, പിന്നെ നീ അവിടെ ഇരിക്കരുത്. ഹല്ലേലൂയ. നാളുകളായിട്ടേ ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുടെയും പറയട്ടെ, നിന്റെ കിടക്കിയെടുത്ത് നീ നടക്കണം. നീ എന്നോട് കിടക്കണ്ട. നീ വരുന്നവരോടും വേറോടും എല്ലാം നിന്റെ വിവരങ്ങൾ പറഞ്ഞ് നീ അവിടെ നാളുകൾ കിടക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിനക്ക് സൗഖ്യം തരാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, സ്തോത്രം, നിന്റെ കിടക്ക, അല്ലരിയ യേശുവിനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കിയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കിയെടുത്ത് നടന്നു. അല്ലേ? കുളക്കരയിൽ എന്തെല്ലാം കൊണ്ടിട്ടിട്ടുണ്ടോ അതെല്ലാം നീ എടുത്തോണ്ട് പോക്കണം. അല്ലേലിയ. ഒന്നും ഇടരുത്. പിന്നെ അതിന്റെ പേര് പറഞ്ഞ് നീ കുളക്കരയിലേക്ക് വന്നേക്കരുത് എന്ന് പറഞ്ഞാൽ, ഇനി നിന്റെ ജീവിതത്തിനകത്ത് രോഗമാണ്, പ്രശ്നമാണ്, എനിക്ക് ആരുമില്ല എന്ന് പറഞ്ഞ് വീണ്ടും കുളക്കരയിൽ വന്ന് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിനക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട് പോകണം. ഈശ്വരോ രക്തം ചെയ്യും. കർത്താവ് സൗഖ്യം തരുമ്പോ അങ്ങനെയൊക്കെയാണ്. അല്ലേരിയ. നിന്നെ സ്നേഹിക്കുന്നത് യേശുവാ. യേശു നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ ഭാര്യ നിന്നെ സ്നേഹിക്കത്തില്ല. യേശു നിന്നെ സ്നേഹിക്കുന്നത് പോലെ ഭർത്താവ് സ്നേഹിക്കത്തില്ല. യേശു നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിന്റെ മക്കളെ സ്നേഹിക്കത്തില്ല. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഏറ്റക്കുറച്ചിലുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരും മക്കളും കൊച്ചുമക്കളും അടങ്ങിയ വീട്ടിൽ ഏറ്റക്കുറച്ചിലുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ലേലിയ. സംസാരത്തിനകത്ത് ഏറ്റക്കുറച്ചിലുണ്ട്, സ്നേഹത്തിന് കുറവുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിനകത്ത് വ്യത്യസ്തത നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് പറയുന്നത്, അല്ലേലിയ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ കരുതുന്നു, അതുകൊണ്ട് നിന്റെ സകല ചിന്താകുലവും എന്റെ മേലിട്ടുകൊള്ളുവീൻ. അതിനോടനുബന്ധമായി പത്രോസ് പറഞ്ഞൊരു വാക്യമുണ്ട്. 1 പത്രോസ് ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം പറയുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിന്റെ സകല ചിന്താകുലവും, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിന്റെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവിൻ. ആരുടെ മേൽ? യേശുവിന്റെ മേലിട്ടുകൊള്ളുവിൻ. അല്ലേലിയ. അതെ, നിന്റെ സകല ചിന്താകുലവും.
മനുഷ്യൻ ഒരുപാട് ചിന്തയിലൂടെ കടന്നു പോവുകയും മനുഷ്യൻ മനസ്സ് കലങ്ങിയവരാ, മനസ്സ് തകർന്നവരാ. അതുകൊണ്ട് നിന്നെ അലട്ടുന്നതിന്റെ സകല ചിന്താകുലവും യേശുവിനിട്ട് കൊടുക്കണം. ചിലരൊക്കെ അങ്ങോട്ട് രോഗം ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ആ രോഗം മുഖാന്തരം മനുഷ്യൻ പലപ്പോഴും ഭാരപ്പെടും. ചില ആളുകൾക്ക് 3, 4, 5 സർജറിയൊക്കെ ചെയ്തവരുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഞാനാണ് 4 സർജറി ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ബലത്തോടു കൂടി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എന്റെ സൃഷ്ടമായ ദൈവം, എന്നെ സൗഖ്യമാക്കുന്ന ഒരു ദൈവം ഇന്നും എന്നോടൊപ്പം ഉണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നത് കൊണ്ട് രക്തം ചെയ്യും. ഹല്ലേലൂയ. അവൻ എന്നെ സൗഖ്യമാക്കിയിരിക്കുക. അത് ദൈവം നിന്നെ സൗഖ്യമാക്കും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് നീ എഴുന്നേറ്റ് നടക്കുന്നതിന് നിനക്ക് ശക്തി കർത്താവ് തരും. മാത്രമല്ല കിടക്ക എടുത്തുകൊണ്ട് നടക്കുന്നതിനും അവൻ നിനക്ക് ശക്തി നൽകിയ. ഈ കുളക്കരയിൽ കിടന്ന മനുഷ്യന് പക്ഷപാത രോഗിയാണ്, നടക്കാൻ പറ്റത്തില്ല. കിടക്ക എഴുന്നേറ്റ് നടക്കാന്ന് പറഞ്ഞപ്പോൾ അവന്റെ കാലിന്റെ ആ ബലഹീനത അങ്ങ് മാറി. അവൻ കിടക്കുന്ന കിടക്കയെന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്ത് വയ്ക്കുക, 38 വർഷം ഈ കിടക്കയിലെ കിടന്ന കിടക്ക ഒരുപക്ഷെ ചെളി കൊണ്ട് നിറഞ്ഞ്, ഒരുപക്ഷെ പറഞ്ഞാൽ വലിയ കട്ടി കൂടിയ ചാക്കുകെട്ട് പോലെ ആയിരിക്കും ലേലിയ കിടക്ക. നമ്മളത് കണ്ടിട്ടില്ലേ? ഓരോരുത്തർ കിടക്കുന്ന കിടക്ക, ഈ വഴിയോരത്തൊക്കെ കിടക്കുന്ന ഒരു കിടക്ക കണ്ടിട്ടില്ലേ? ആ ചെളിയെല്ലാം അവിടെ കൂടി കട്ട പിടിച്ച് അത് മടക്കാനും പറ്റത്തില്ല, അല്ലെ നിവർക്കാനും പറ്റത്തില്ലാത്തതുപോലെ കിടക്ക. എന്ന് പറഞ്ഞവരായിരിക്കും ഈ 38 വർഷം ഈ കിടക്കയിൽ കിടന്നത്. അത് എടുത്തുകൊണ്ട് നടക്കുക, അല്ലേ? അതിനെല്ലാം ശക്തി കൊടുത്ത നമ്മുടെ കർത്താവാ. അത് നമ്മുടെ കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാപിതാൻ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടില് തൊട്ട് കൊട്ടാരത്ത് വരെ പാർക്കുന്ന സകല ജനത്തിലും, എല്ലാ ആദിവാസി മേഖലയും, ട്രൈബൽ മേഖലയും, ദ്വീപ് മേഖലയിലുള്ളവരെയും, മനുഷ്യൻ എന്ന് പറയുന്ന സകല ജനത്തിനും മുഖപക്ഷം കൂടാതെ സൗഖ്യം കൊടുക്കുന്നവനാണ് യേശു. ലോകത്തിലെല്ലാവർക്കും മുഖപക്ഷമുണ്ട്, അല്ലേ? എന്നാൽ നമ്മുടെ കർത്താവിന് മുഖപക്ഷമില്ല. മുഖപക്ഷം കൂടാതെ സൗഖ്യം കൊടുക്കുന്ന ദൈവമുള്ളത് കൊണ്ടാണല്ലോ കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം പത്രോസ് പ്രസംഗിച്ചപ്പോൾ ആ കൂടിയിരുന്നവരുടെ മേലെല്ലാം പരിശുദ്ധന്മാവ് വന്നതും അവരെല്ലാം കർത്താവിനാൽ നിറയപ്പെട്ടു. ആ പരിശുദ്ധന്മാരെ നിറയപ്പെട്ടതും ഒക്കെ. നമ്മുടെ കർത്താവിന് മുഖപക്ഷമില്ല, അല്ലെ? നമ്മൾ മുഖപക്ഷം കാണിക്കും, അല്ലേ? മനുഷ്യൻ മുഖപക്ഷം കാണിക്കും, പക്ഷെ യേശു അത് കാണിക്കത്തില്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത് കേട്ടോ, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് കർത്താവ് പറഞ്ഞത് അവൻ അനുസരിച്ചപ്പോൾ എന്ത് ചെയ്തു? അവൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി മാറി. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് നീ അനുസരിക്കുന്നെങ്കിൽ നീ പൂർണ്ണ സൗഖ്യമുള്ളവനായി മാറും. പ്രൈസ്. നിന്നെ സൗഖ്യമാക്കാൻ യേശുവിന്റെ കരം. അതുകൊണ്ട് വചനം പറയും, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. 55 സംഗതി 22 വാക്യമുണ്ട്. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. അല്ലേറിയ. നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാള് സമ്മതിക്കയില്ലെന്നാണ് സംഗീതം 55:22 പറയുന്നത്. രക്തം ചെയ്യും. അല്ലേറിയ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ രോഗത്തിന് ഏറ്റവും വലിയ ഔഷധം എന്ന് പറയുന്നത് ദൈവവചനമാണ് കേട്ടോ. അല്ലേറിയ. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ ഒരുപാട് വില കൂടിയ മരുന്നുകളൊക്കെ മേടിക്കും. അതെല്ലാം ഒന്ന് കഴിക്കും മറ്റൊരു രോഗം കൊണ്ടുവരുന്നതാണ്. അതൊക്കെ അത് ഓരോ മരുന്ന് കഴിക്കുന്നതോറും ഒരു രോഗം കുറയും, മറ്റൊരു രോഗം വരും. എന്നാൽ നമ്മുടെ കർത്താവ് തരുന്ന ഔഷധമുണ്ടല്ലോ, വചനം. ആ വചനം നമ്മൾ മരുന്നായിട്ട് ഔഷധമായിട്ട് ഉപയോഗിക്കുമ്പോൾ ആ വചനം നമ്മുടെ ഉള്ളിലെ സകല രോഗത്തെ മാറ്റും. ലേരിയ. ആ വചനം കൊണ്ട് മറ്റൊരു രോഗം ഉണ്ടാകത്തില്ല. അല്ലേര്. അതുകൊണ്ട് അവൻ തന്റെ വചനം വെച്ച് അവര് സൗഖ്യമാക്കിയെന്ന് സങ്കീർത്തനം വായിക്കുന്ന. അവൻ തന്റെ വചനം വെച്ച് അവര് സൗഖ്യമാക്കി. ശതാധിപന്റെ മകനോട് കർത്താവ്, ശതാധിപന്റെ മോനോട് ശതാധിപൻ പറഞ്ഞത്, പൊയ്ക്കൊള്ളാനാ പറഞ്ഞത്. അല്ലേരിയ. നിന്റെ മകൻ സൗഖ്യം പ്രാപിക്കും. അല്ലേരിയ. അപ്പൊ കർത്താവിന്റെ വാക്കുകൾ അധികാരമാകട്ടോ. സ്തോത്രം. യേശുവിന്റെ വാക്കുകൾക്കകത്ത് അധികാരം. നമ്മുടെ വാക്കുകൾക്കകത്ത് അധികാരമില്ല. നമ്മുടെ വാക്കുകൾ അധികാരത്തോടെ പറയാൻ പറ്റും. നമ്മൾ പലതും പറഞ്ഞായിരിക്കുന്നത്, പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരും ഒക്കെ പറഞ്ഞ് നമ്മുടെ വാക്കുകൾക്കകത്ത് അധികാരം വെളിപ്പെടാത്ത നിലയിൽ, നമ്മുടെ ആ വാക്കുകൾ അധികാരം വെളിപ്പെടാത്ത വിധത്തിൽ നമ്മുടെ അധരങ്ങളെ നാം പല വിധത്തിലും അശുദ്ധമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? നമ്മുടെ വാക്കുകൾക്കകത്ത് അധികാരമില്ല.
നമ്മുടെ വാക്കുകളിൽ അധികാരം. യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്കകത്ത് അധികാരം, സൗഖ്യത്തിന്റെ അധികാരം ഉണ്ടായിരുന്നു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, അതേ അധികാരം തന്നെയാണ് യേശു നിനക്ക് തന്നിരിക്കുന്നത്. നിന്റെ സംസാരിക്കുന്ന നിന്റെ വാക്കുകളിന്റെ അത്തരങ്ങളിൽ നിന്റെ നാവിൽ മേൽ അധികാരം ഉണ്ടാവണം. നിന്റെ നാവ് കൊണ്ട് ദൂഷണം പറയാതെ, നിന്റെ നാവ് കൊണ്ട് കുരള പറയാതെ, നിന്റെ നാവ് കൊണ്ട് ഏഷണി പറയാതെ, നിന്റെ നാവ് കൊണ്ട് കുറ്റാരം പറയാതെ, നിന്റെ നാവ് കൊണ്ട് നുണ പറയാതെ, നിന്റെ നാവിനെ നീ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എന്റെ വായിക്ക് കടിഞ്ഞാണിട്ട് കാക്കുമെന്ന 39 സങ്കീർത്തനം 1 വാക്യം. അല്ലേ? ഇതൊക്കെ വല്ലപ്പോഴും ഒന്ന് വായിക്കണമെന്നേ. വല്ലപ്പോഴും ഈ വചനമൊക്കെ ഒന്ന് വായിച്ചിട്ട് അത് നമ്മുടെ ഹൃദയത്തിനകത്ത് അങ്ങ് എഴുതണം. അല്ലേരിയ. അപ്പൊ നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഉള്ളിലേക്ക് ഈ ദൈവവചനം ചാടി വരും. അല്ലേരിയ, സ്തോത്രം. അപ്പൊ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എന്റെ വായിക്ക് കടിഞ്ഞാണിടും. അപ്പൊ നിന്റെ നാവ് കൊണ്ട് പാപം ചെയ്യിക്കുവാൻ, നിന്റെ നാവ് കൊണ്ട് ദോഷം പറയിപ്പിക്കുവാൻ, നിന്റെ നാവ് കൊണ്ട് ചീത്ത വാക്കുകൾ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് നിനക്ക് മുമ്പിൽ ദുഷ്ടന്റെ കൂട്ടം കടന്നു വരും. അല്ലെങ്കിൽ ദുഷ്ടം അതൊരു പക്ഷേ ഭാര്യയായിരിക്കും, മക്കളായിരിക്കാം, അയൽവാസിയായിരിക്കാം, ബന്ധുക്കളായിരിക്കാം, നിന്റെ സ്നേഹിതനായിരിക്കാം. നിന്നോട് സ്നേഹത്തോടുകൂടി സംസാരിക്കുന്നതിന് പകരമായി നിന്നെ ചൂടുപിടിപ്പിക്കും. നിന്റെ നാവ് കൊണ്ട് നീ അസഭ്യം പറയത്തക്ക നിലയിലുള്ള വാക്കുകൾ ദുഷ്ടം നിന്നോട് പറയുമ്പോൾ നിന്റെ വായിക്ക് നീ കടിഞ്ഞാണിട്ടണം കേട്ടോ. കാരണം നമ്മുടെ നാവിന്മേൽ അധികാരമാണ്. നിന്റെ നാവിന്മേൽ അധികാരം വെളിപ്പെടണം. നിന്റെ നാവ് ലഹരിക്ക് അടിമയാകരുത്, പുകവലിക്ക്, മറ്റൊന്നിനും നിന്റെ നാവ് ഉപയോഗിക്കരുത്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വാക്കുകൾ അധികാരം ഉണ്ടായിരുന്നതുപോലെ നിന്റെ വാക്കുകൾക്ക് അധികാരത്തോടെ കൽപ്പിക്കുവാനുള്ള ആ കൃപ നീ പ്രാപിക്കണം. രക്തം ചെയ്യും. പ്രേസരോ ലേലിയ. നമുക്കൊക്കെ ഈ ജീവിതമൊക്കെ തന്നതെന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമാണ്. നമുക്ക് കർത്താവ് ഈ ജീവിതം തന്നതോർത്താൽ എത്ര സ്തുതിക്കണം. പണ്ടേ മരിച്ച് നമ്മൾ ഒരു പിടി മണ്ണായി മാറാമായിരുന്നു. പണ്ടേ ഒരു പിടി മണ്ണിന് വേണ്ടി സാത്താൻ നമ്മുടെ മേൽ അവകാശം പറഞ്ഞതാ. പണ്ടേ കുടുംബമായിട്ട് ആത്മഹത്യ തീരുമാനമെടുത്തതാ. ഞാനും എന്റെ മക്കളും മരിച്ചിനി ഭൂമി ജീവിതം വേണ്ട, ഞങ്ങൾക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് പലപ്പോഴും നിന്റെ ജീവിതം, നിന്റെ കുടുംബം തകർന്ന അനുഭവമില്ലേ സഹോദര സഹോദരി? അല്ലേരിയ. ഞാൻ പലപ്പോഴും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങ് മരിച്ചെങ്കിൽ മതിയായിരുന്നു, എന്തിനാ ജീവിക്കുന്നത്? അങ്ങനെ ഓർത്ത് ഞാൻ പലപ്പോഴും ആത്മഹത്യക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അന്നേ ഒരു പിടി മണ്ണായി തീരുവാൻ, കൃമിക്കിരയായി തീരാൻ എന്റെ ശരീരത്തെ വിട്ടുകൊടുക്കാതെ എന്നെ അതിന് സൗഖ്യമാക്കി മടക്കിക്കൊണ്ടൊരു യേശു ഉള്ളത് കൊണ്ട് ഇന്ന് ഈ കുളക്കരയിലെ മനുഷ്യന്റെ ഈ വചനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എന്നെയും കൂടെ ചിന്തിക്കാറുണ്ട്. രക്തം ചെയ്യും. അതെ, നിന്നെ പണ്ടേ ഒരു പിടി മണ്ണാകേണ്ടതാ നീ നിന്റെ കുടുംബവും, നീ നിന്റെ ജീവിതവും. പക്ഷേ മണ്ണിന് വിട്ടുകൊടുക്കാതെ, അല്ലേരിയ, സാത്താന് വിട്ടുകൊടുക്കാതെ, നരകത്തിന് വിട്ടുകൊടുക്കാതെ ഇന്നും നിനക്ക് ജീവിതം, ഇന്നും നിനക്ക് ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ നിന്നെക്കുറിച്ച് സ്വർഗത്തിന് വലിയ പദ്ധതിയുണ്ട്. രക്തം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരാം. ഇവിടെ നാം ദൈവത്തിന് പറഞ്ഞു, പിതാവിന്റെ വഴികൾ ക്രിസ്തു അറിഞ്ഞു പ്രവർത്തിച്ചു, അതിനാൽ യേശു നമുക്ക് മാതൃകയായിരിക്കുന്നു. ബെഥെസ്ദ കുളക്കരയിൽ ധാരാളം രോഗികൾ ഉണ്ടായിരുന്നു എങ്കിലും പിതാവ് ആരെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതെല്ലാം ക്രിസ്തു അറിഞ്ഞിരുന്നു. ബെഥെസ്ദ കുളക്കരയിൽ അനവധി രോഗികളുണ്ട്. അല്ലരിയ, അനവധി രോഗികൾ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും സ്വതം വ്യാധിക്കാരുണ്ട്, കുരുടരുണ്ട്, മുടന്തരുണ്ട്, ക്ഷയരോഗികളുണ്ട്. അതിൽ പിതാവിനറിയാം ആർക്കാണ് അവിടെ സൗഖ്യം കൊടുക്കേണ്ടതെന്ന് പിതാവിനറിയാം. അത് യേശു അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ബെഥെസ്ദ കുളക്കരയിലേക്ക് യേശു ചെന്ന് കഴിഞ്ഞപ്പോൾ പല രോഗികളുടെ കിടന്നിട്ടും ആ രോഗികളിലേക്കൊന്നും യേശുവിന്റെ കണ്ണ് പതിയാതെ 38 ആണ്ട് രോഗം പിടിച്ചു കിടക്കുന്ന ആ മനുഷ്യന്റെ മേൽ മാത്രം ദൃഷ്ടി പതിയണമെങ്കിൽ അതെ, അങ്ങനെ ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കേട്ടോ. ഈശ്വരോട്. അപ്പൊ യേശു ക്രിസ്തുവിന് ഹല്ലേലൂയ സകലവും അറിയാമായിരുന്നു. ഹല്ലേലൂയ. യേശു ക്രിസ്തു പിതാവിന്റെ വഴിയിൽ വളരെ നന്നായി നടന്നവനാ. യേശു പിതാവിന്റെ ദൗത്യം ഏറ്റെടുത്ത് ഈ ഭൂമിയിൽ മനുഷ്യപുത്രനായി നമുക്ക് വേണ്ടി നിൽക്കുമ്പോൾ പിതാവിന് കീഴ്പ്പെട്ടിരുന്നു. അതെ, ഇന്ന് പകരം എന്നെ കേൾക്കുന്ന മാതാപിതാവി, നമ്മൾ ദൈവ വഴിയിലൂടെ നടക്കണം.
അല്ലേരിയ. ദൈവ വഴിയിലൂടെ നടക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായി നടക്കാൻ കഴിയുള്ളൂ. അല്ലേരിയ. യേശു പറഞ്ഞ വചനങ്ങളെ ധ്യാനിച്ചു നോക്കുമ്പോൾ എന്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും അവണ്ണം തന്നെ ചെയ്യുന്നുവെന്ന് ഈ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 17, 18, 19 വാക്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബെഥെസ്ദാ കുളക്കരയിൽ അനേക രോഗികളുണ്ടായിരുന്നെങ്കിലും അതിലൊരുവനെ മാത്രം തെരഞ്ഞെടുത്ത് അവന്മേൽ തന്റെ സൗഖ്യം കൊടുക്കുന്ന ആ വലിയ മഹനീയമായ ശുശ്രൂഷ യോഹന്നാന്റെ സുവിശേഷം 5-ൽ കാണുമ്പോൾ ഇന്ന് പകൽ കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഒരുപക്ഷെ ഈ വചനം കേൾക്കുന്നത് കിടക്കയിൽ കിടന്നുണ്ടായിരിക്കാം, രോഗക്കിടക്കിലായിരിക്കാം. അല്ലേ? പക്ഷെ കർത്താവിനെ സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എന്നോടൊപ്പം ചേർന്ന് ഇങ്ങനെ പറയാമോ? കർത്താവേ, പുളക്കരയിൽ കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കി ദൈവമേ. 38 വർഷം അവിടെ കിടന്നിട്ടും ആരുമില്ലാത്തവനെ കിടന്നിട്ടും ആരും കൈത്താങ്ങില്ലാതെ നിന്നപ്പോഴും കർത്താവേ, അങ്ങ് എന്നെ തേടി വന്ന് എനിക്ക് സൗഖ്യം തന്ന ദൈവമേ, ആ കുളക്കരയിലെ മനുഷ്യൻ സൗഖ്യമാക്കിയതുപോലെ എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ. ഞാൻ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ രോഗത്തിനും ഒരാശ്വാസം തരണമെന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് യേശുവിനോട് നിന്റെ ഹൃദയം ഒന്ന് കൊടുക്കാൻ പറ്റുമോ? നിന്റെ ഹൃദയം നീ യേശുവിന് കൊടുത്താൽ അവൻ നിന്റെ ഹൃദയത്തിൽ വരും. അല്ലേലിയ. നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിൽ തൊട്ട് കൊട്ടാരത്തെ വരെ പാർക്കുന്ന എല്ലാവരെയും, എല്ലാ രാജ്യരാഷ്ട്ര തലന്മാർ, അധികാരികളെ, ക്രമസമാധാന പാലകരെ, നിയമ നിർമ്മാണ രംഗത്ത് നിൽക്കുന്നവർ, ജുഡീഷ്യറി അടക്കമുള്ള ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർത്തക്കും ജ്ഞാനും വൃത്തരും അസമ യാച ഓർണ ചോട്ട തടവറയിലായിരിക്കുന്ന കർത്താവ്, കേരളത്തിൽ ഞങ്ങളുടെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാന ലോക രാജ്യങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് കഷ്ടം സഹിക്കുന്ന പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അടക്കമുള്ള ഡയബറ്റീസ് അടക്കമുള്ള വിവിധ രോഗത്താൽ ഭാരപ്പെടുന്നവർ, മാനസികമായി നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് മരുന്ന് മാറ്റാതെ ദിനത്തോറും മരുന്ന് കഴിക്കുന്ന, കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പം കഴിയാൻ നെരിയാണ് ഉറപ്പിക്കാൻ കഴിയാത്ത പക്ഷവാത രോഗം പിടിച്ച് മുടന്തരായിരിക്കുന്നവരെയൊക്കെ കർത്താവ് ഈ വിവിധ രോഗങ്ങളായിരിക്കുന്നവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശിരസുട്ടുള്ള കാലുവരെ ആ വചനത്തെ ശക്തി അയച്ച് മനുഷ്യൻ കടന്നു പോകുന്ന രോഗം എത്ര ഭയാനകമായിരുന്നാലും അതിന് നടുവിൽ കർത്താവ് അവിടുത്തെ സൗഖ്യത്തെ അയക്കണമേ, വിടുതലയക്കണമേ. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ഒരു വാക്കോട് നമ്മൾ പറയട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഏത് സമയത്തും വിളിക്കാം. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഏത് സമയത്ത് വിളിച്ചാലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ഫോൺ നമ്പർ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്ത് എന്നെ വിളിക്കാം. നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഞാൻ സദാസമയം ബന്ധിച്ച ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. നിങ്ങളെ അതിനായി ഒരുക്കട്ടെ. എല്ലാവർക്കും വന്ദനം പറഞ്ഞു വാക്കുകൾ നിർത്തുന്നു. ആമേൻ.